ജോയിച്ചേട്ടൻ ഒരു രക്ഷയില്ല. സ്ക്രീൻ പ്രസൻസ് ഷാഹിദ് സാറിന്റെ ഇല്ലട്ടോ, ഒരു മാസ് മൂവി കിട്ടോ. ഷാജിരാജ് ഒരു സ്റ്റൈലില്ലേ, ആ സ്റ്റൈൽ തന്നെ മുന്നോട്ട് പോകുന്നു. ജോജു ജോർജിന് അതേ സ്റ്റൈലിൽ മുന്നോട്ട് പോകുന്നു. അങ്ങനെയായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും ജോജുവിന്റെ പടം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ഷാജിരാജിന്റെ സ്ഥിരം സ്റ്റൈലി ഉണ്ടല്ലോ, മറ്റേ ഷോട്ടുകൾ മറ്റേ അങ്ങനെ കാര്യങ്ങളൊക്കെ അതേ ഷോട്ടുകൾ തന്നെ എടുത്തു വെച്ചിരിക്കുന്നു. കുഴപ്പമില്ല. എന്നാലും കുറച്ച് നല്ലൊരു മാസമായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ജോജിനെ നല്ലപോലെ മാസമായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ മുരളിഗോപി നല്ല റോൾ ചെയ്തിട്ടുണ്ട്. മുരളിഗോപി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പുള്ളി ആത്മാർത്ഥമായിട്ട് പുള്ളി നല്ല പുള്ളിയുടെ സ്വരവും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നല്ല റോളാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. കേട്ടോ, നീ കാത്തിരിക്കുന്നു അടുത്ത് എന്നാന്ന് അറിയാനുണ്ട്. നല്ലൊരു കിൻഡൽ ഇടിയാണോ? ഇടിയല്ല, ഇടി എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു 15 മിനിറ്റിൽ ഒരു 3 ഇടി കഴിഞ്ഞു. അത്ര മുന്നിട്ട് പോകുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല. വാച്ച് ജോജിന്റെ വാച്ചുകളായിട്ട് ചെയ്തിട്ടുണ്ട്. ജോജിന്റെ സ്ഥിര ശൈലി ഉണ്ടല്ലോ, മറ്റേ പുറജിലൊക്കെ കാണുന്ന ആ ഒരു മോഡലിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. കുഴപ്പമില്ല. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ വരവ് ഇപ്രാവശ്യം വരവ് തന്നെ. കാരണം ജോജോയുടെ എല്ലാ പടം ഞാൻ കാണാറുണ്ട്. അപ്പൊ ഞാൻ ജോജി ചെറിയൊരു ബന്ധമുണ്ട്. ഞാൻ മുസ്ലിമാണ്, അതല്ല. കാരണം ഞാൻ ഫിലിം കിടക്കാച്ചായി. കാരണം നല്ല ഫൈറ്റ്, നല്ലത്. ജോജോയുടെ വ്യത്യസ്ത ഒരു വെറൈറ്റി പടം. ഇപ്രാവശ്യം ഇത് തൂക്കും. കാരണം വെച്ചാണ്ടേ ബോറില്ല, എല്ലാരും പിടിച്ചൊന്നു ജർക്കിംഗ് ഉണ്ട്. കുഴപ്പമില്ല. ഇനിയിപ്പോ ലാസ്റ്റ് കൊള്ളാം. സൂപ്പർ, നന്നായിട്ടുണ്ടായിരുന്നു. ഇടിയൊക്കെ നല്ലതായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഇടിയെന്ന് വെച്ചാൽ ജോയിച്ചേട്ടൻ്റെ ഇടിയെന്ന് വെച്ചാൽ നല്ല കിൻഡൽ ഇടിയാണ്. ഒരു രക്ഷയില്ല. നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. പടത്തിന്റെ ഫൈറ്റിംഗ് എല്ലാം നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. ഒന്നൊന്നര വരവെന്നുള്ളത് അർത്ഥവത്തായിട്ടുണ്ട്. ഒന്നൊന്നര വരവ് തന്നെയാണത്. സ്റ്റോറി നന്നായിട്ടുണ്ട്. നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഫാമിലി റിവെഞ്ച് സാധനമാണ് നമുക്ക് കാണുന്നത്. നല്ല കിടലിനായിട്ടുണ്ട്, വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ജോയിച്ചേട്ടൻ ഒരു രക്ഷയില്ല. സ്ക്രീൻ പ്രസൻസ് ഷാഹിദ് സാറിന്റെ ഒരു ജോയിച്ചേട്ടനെ പ്രസന്റ് ചെയ്തേക്കുന്ന വേറെ ലെവൽ പ്രസന്റേഷൻ ആണ്. അതെ, ഷാഹിദ് സാറ് സുരേഷ് ഗോപിയും ലാലേട്ടനെ മമ്മൂക്കയൊക്കെ അവതരിപ്പിച്ചേക്കുന്ന പോലെ ജോയിച്ചേട്ടൻ നല്ല കിടുവായിട്ടാണ് ഇതിനകത്ത് പ്രസന്റ് ചെയ്തേക്കുന്നത്. ഒരു രക്ഷയില്ല. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ് പടം. കിടിലം പടം. അർജുന അശോകനും സാനിയൊക്കെ എങ്ങനെയുണ്ട്? ഉണ്ട്. അർജുന അശോകനും സാനിയൊക്കെ നന്നായിട്ട് വർക്ക്ഔട്ട് ഉണ്ട്. ഇത് അവര് പ്രണയരംഗങ്ങളെല്ലാം നന്നായി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കിടിലാണ്. അടിപൊളി. ടൈറ്റിൽ പറയണ പോലെ തന്നെ ആ ജോജി ചേട്ടന്റെ വരവ് ഗംഭീരായി. ടൈറ്റിൽ തന്നെയാണ് വരവ്. അതന്നെ, ആ വരവ് ഒന്നൊന്നര വരവായിട്ട്. ഓറഞ്ച് കാണുമ്പോൾ ഇതിന്റെ ഫൈറ്റ് രക്ഷയല്ല. ഷാജി ചേട്ടന്റെ ഒക്കെ പടങ്ങൾ വരുമ്പോൾ ആ ഫ്രെയിമോ ഫൈറ്റും അല്ല, അടിപൊളിയായിട്ട്. ജോജി ചേട്ടൻ നല്ല എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട്. പഴയ നമ്മളെ സുരേഷ് ചേട്ടന്റെ ലാലേട്ടന്റെ മമ്മൂക്കയുടെ ഒക്കെ പടങ്ങള് അതേ ബിൽഡപ്പ് ജോജി ചേട്ടനെ കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. പ്രേക്ഷകർക്ക് എന്തായാലും ടിക്കറ്റിനുള്ള ഫലമുണ്ട്, പൈസക്കുള്ള മുതലുണ്ട്. ഫൈറ്റ് അടിപൊളിയായിട്ടുണ്ട്. ഒരു ഇടിപ്പടം, നമ്മുടെ ഒരു പഴയ ഷാജി കൈലാസിന്റെ AK സാജൻ ആ ഒരു കൂട്ടുകെട്ടത്തിലുള്ള ഒരു ഇടിപ്പടമാണ്. പിന്നെ ജോജുവിന്റെ ആക്ഷനാണ് ഇതിനകത്തുള്ള ഹൈലൈറ്റ്സ് ആയിട്ട് പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു ആക്ഷനൊക്കെ സിനിമക്കകത്ത് കാണാനുണ്ട്. പിന്നെ ബൈജു, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. മുരളി ഗോപിയുടെ ക്യാരക്ടർ അടിപൊളിയായിട്ട് തോന്നി. പിന്നെ അർജുന അശോകൻ വലിയൊരു താരനിരയാണ്. പണ്ടത്തെ നമ്മുടെ ഷാജി കൈലാസ് പടത്തിൽ കാണുന്ന പോലെ. പക്ഷെ ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലും പരിപാടി നമ്മുടെ പഴയ അദ്ദേഹത്തിന്റെ ആ ഒരു താരനിരയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു ജനറേഷനിൽ ഒട്ടുമിക്ക താരങ്ങളൊക്കെയുള്ള നല്ല ബിൽഡപ്പ് സ്റ്റോറിയൊക്കെ ഉള്ള അങ്ങനെ ഒരു ടൈപ്പ് കഥയാണ്. മേക്കിംഗ് ഒക്കെ നമ്മുടെ ഷാജി കൈലാസ് രീതിയിലുള്ളത് തന്നെയാണ്. ഇതൊരു ഹിൽ സ്റ്റേഷൻ ഏരിയയിൽ നടക്കുന്ന ഒരു കഥയാണ്. ആ ഒരു സ്റ്റൈലുണ്ട്. അതായത് ഒരു റിവെഞ്ച്, അങ്ങനെ തന്നെയാണല്ലോ വരവ് എന്നുള്ള പേര് തന്നെ വന്നിരിക്കുന്നത്. ഒരു റിവെഞ്ചിന് എത്തുന്ന ജോജു ജോർജും പിന്നെ അവിടെ നടക്കുന്ന സംഭവങ്ങളും അതൊക്കെ തന്നെയാണ്. സ്റ്റോറി ലൈനൊക്കെ വളരെ സിമ്പിൾ ആണെങ്കിലും ഗംഭീരമായ ആക്ഷൻ ഉണ്ട്. ജോജു ജോർജ് ഗംഭീരമായിട്ട് ആക്ഷൻ ചെയ്തിരുന്ന സിനിമയ്ക്കകത്ത്. ഇപ്പോൾ ഇതുവരെ തന്നെ 2-3 ഗംഭീരമായിട്ടുള്ള ആക്ഷൻ സീനുകൾ ഇതിനകത്ത് തന്നെയുണ്ട്. ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക്, അടിപ്പടം ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ട്രീറ്റ് ആയിരിക്കും സിനിമ.